ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്ന് നമുക്ക് തോന്നുന്ന, നമുക്ക് യുക്തമെന്ന് തോന്നുന്നത് കൊണ്ട് അർത്ഥം കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപകടമാണ്. അതാണ് ഈ പുസ്തകത്തിന്റെ ഡീകോഡ് ചെയ്യുന്നതിലുള്ള ഒരു വലിയ വൈമന്യ പ്രയാസം, പ്രതിബന്ധം വന്നിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. ചാപ്റ്റർ 13 ബൈബിൾ ചാപ്റ്റർ 13 വേഴ്സ് 18 ഒന്ന് വായിച്ചാൽ. ഒരു ആ സംഖ്യയെ പറ്റി അവിടെ വായിച്ചോ? 13:18, last verse of chapter 13. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബുദ്ധിയുള്ളവൻ, അല്ലാത്തവന് മനസ്സിലാവില്ല എന്നാ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ എഴുത്തുകാരൻ പറയുന്നത്. ബുദ്ധിയുള്ളവൻ അത് എന്താണ് കണ്ടുപിടിക്കണം. എന്താണ്? ഒരു മൃഗത്തെ പറ്റി അവിടെ പറഞ്ഞു. ഇനി ആ മൃഗത്തെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അവൻ മനസ്സിലാക്കട്ടെ, പരിഗണിക്കട്ടെ. എന്താണ്? അതൊരു മനുഷ്യന്റെ സംഖ്യയാണ്. ഏതോ ഒരു മനുഷ്യനെ കുറിച്ചാ. ആ മനുഷ്യന്റെ പേരൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കുഴപ്പമാണ്. അവിടെ മനുഷ്യന്റെ പേരൊന്നും പറയുന്നില്ല. ആ ഒരു മൃഗമെന്ന് പറഞ്ഞു. ആ മൃഗം സൂചിപ്പിക്കുന്നത് ഒരു സംഖ്യ, ഒരു മനുഷ്യനെയാണ്. ആ മനുഷ്യന്റെ സംഖ്യ എത്രയാണെന്ന് പറയുന്നത്? അതിന്റെ സംഖ്യ 666. ഇത് ഈ 666 എന്നുള്ള സംഖ്യ ആരുടെ എല്ലാം തലയെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ വ്യാഖ്യാതാക്കള്? മുഹമ്മദനിസം ഉണ്ടായപ്പോൾ, മുഹമ്മദ് ഇസ്ലാമിന്റെ ആവിർഭാവത്തിൽ മെനി ക്രിസ്ത്യൻസ് തോട്ട് ദാറ്റ് 666 എന്ന് പറഞ്ഞിരിക്കുന്ന മുഹമ്മദ് നബിയാണ്. കാരണം ആ പുള്ളി ക്രിസ്ത്യാനിറ്റിക്ക് എന്തൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ഇൻ ദ ഹോൾ മിഡിൽ ഈസ്റ്റ്. കർത്താവിന്റെ കബറിന്റെ പള്ളിയുടെ വാതിൽക്ക വരെ ചെന്നതാ. അതിനകത്ത് കയറിയില്ലെന്നുള്ളൂ. അവിടെ കൊണ്ട് മോസ്ക് വെച്ചിട്ട് അത് നേരെ വാതിൽക്കല്. അതുപോലെ അങ്ങോട്ടങ്ങ് കയറി പോയതാണ്. അപ്പൊ ആ മുന്നേറ്റം വന്നപ്പോൾ വിചാരിച്ചു ക്രിസ്ത്യാനിറ്റിയെ മുഴുവൻ കശക്കി നശിപ്പിക്കുവാൻ തക്ക ഒരു മൃഗമാണ്. ആ മൃഗത്തിന്റെ സംഖ്യയാണ് മുഹമ്മദിന്റേതാണെന്നായിരുന്നു അക്കാലത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോ പിന്നെ വലിയ പീഡനം ക്രിസ്ത്യാനികൾക്കുണ്ടായത് ജർമ്മനിയിലുണ്ടായ ഒരു കാലമാണ്. അതിനാണ് നിങ്ങൾക്കറിയാം, നാസി ഭരണകാലത്ത് ഹിറ്റ്ലർ. അപ്പൊ ഈ 666 കൊണ്ട് അയാളെ വരെ കൊണ്ടുവച്ചു. ഈ 666 എന്ന് പറഞ്ഞ് ഹിറ്റ്ലറെ കുറിക്കുന്നതാണ്. കാരണം ക്രിസ്തീയ സഭയ്ക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യരില്ലാതുകൊണ്ട് അതും പിന്നെ മാറ്റി അവിടുത്തെ മവോർത്ത് സിംഗിന്റെ തലയിൽ കൊണ്ട് വെച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അന്ന് വലിയ വെല്ലുവിളിയായിരുന്നു. റഷ്യൻ റവല്യൂഷന്റെ കാലത്തൊക്കെ വന്ന സമയത്ത് അവിടെ കൊണ്ടുവച്ചു. പക്ഷെ ഇന്ന് നിങ്ങൾ ഇഫ് യു റീഡ് ദ റൈറ്റിംഗ്സ് ഓഫ് ജെഹോവാസ് വിറ്റ്നസ് പീപ്പിൾ, റിമെമ്പർ വെരി ഡേഞ്ചറസ് പീപ്പിൾ, ജെഹോവാസ് വിറ്റ്നസ് പീപ്പിൾ, ആൻഡ് ഓൾസോ ദി സെവൻത്ത്ലി അഡ്വന്റിസ്റ്റ് പീപ്പിൾ, അവരുടേത് വായിക്കാമെങ്കിലും, ആൻഡ് ഓൾസോ ദി മുമ്പ് CPM, now TPM. എന്താ CPM എന്ന് പറയുന്നത്? സിലോൺ പെന്തിക്കോസ്റ്റൽ മിഷൻ. അത് മാറ്റി സിലോൺ ഈ പ്രശ്നം വന്നപ്പോൾ അവർ പേര് മാറ്റിയിട്ട് ദി പെന്തിക്കോസ്റ്റൽ മിഷൻ എന്നാക്കി, TPM എന്നാക്കി. ഇൻ their writings if you read, ഈ 666 എന്നുള്ളത് ഈ പറയുന്ന പല ഗ്രൂപ്പുകൾക്കും 666 മൃഗം എന്ന് പറയുന്നത് മാർപ്പാപ്പായാണ്. They have no doubt about it. I have read some of their writings. ഇത് മാർപ്പാപ്പായാണ് എന്നുള്ളതിനെ പറ്റി യാതൊരു സംശയമില്ല. ഉറപ്പിച്ച് അവരത് പറയുകയും ചെയ്യും. ഇവരുടെ ചില റൈറ്റിംഗ്സ് വായിച്ചിട്ടുള്ള, നമ്മുടേതൊക്കെ പഠിച്ചിട്ടില്ലാത്ത ചില ആളുകൾ ഇതിങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഇത് മാർപ്പാപ്പായെ പറ്റിയാണ് ഈ 666 പറഞ്ഞിരിക്കുന്നത്. ഞാൻ കോലഞ്ചേരിയിൽ ഒരു കൺവെൻഷന് പോവുകയായിരുന്നു പണ്ടാ പക്ഷേ. ഇപ്പൊ ഞാൻ കൺവെൻഷന് പോകാറില്ല. And I was traveling from Muachuvela to ചിന്തിക്കുന്നുണ്ടായിരുന്നു. പറയുന്നത് അച്ഛന് അറിയാവുന്ന റൂട്ടാണ്. ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ അവിടെ മനുഷ്യർക്ക് കച്ചേരി ജോലിയുള്ള ഒരാളും കൂടെ കയറി. വൈകിട്ടാണ് പോകുന്നത്. അപ്പൊ പുള്ളിയുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഷോപ്പിംഗ് കഴിഞ്ഞ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ എന്നെ അറിയാം, എനിക്ക് ആളുടെ അറിയത്തില്ല. ഞാൻ ഈ കൺവെൻഷനൊക്കെ പോകുന്നതായതുകൊണ്ട് എൻ്റെ അടുക്ക വന്നിരുന്നു. അച്ഛൻ്റെ ഇവിടെ ഇരിക്കുന്ന സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബൈബിൾ ഡിസ്കഷനായി. ഹീസ് എ സൺഡേ സ്കൂൾ ടീച്ചർ. സൺഡേ സ്കൂൾ ടീച്ചറാണ് അദ്ദേഹം. ഈ ഇവരുടെ പല ബൈബിൾ ക്ലാസ്സിലൊക്കെ പോവുകയും അവരുടെ ചില റൈറ്റിംഗ്സ് ഒക്കെ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചോദിച്ചാൽ ഈ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ
അച്ഛനായിട്ട് അതിനെ ഒന്ന് കുറയ്ക്കുന്നവരും അത് കൂട്ടുന്നവരും ഒക്കെ ശപിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞിരിക്കുന്നില്ലേ? അതിന്റെ കാര്യമൊക്കെ അച്ഛന് ഞാൻ പറഞ്ഞു, വേദപുസ്തകത്തോട് ചേർക്കുന്നവരെന്നല്ല, ഈ പുസ്തകത്തോട് ചേർക്കുന്നവരെന്നാ. അപ്പൊ വേദപുസ്തകത്തോട് ചേർക്കുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ ന്യൂട്രോ കാനോനിക്കൽ റൈറ്റിംഗ്സ് ഉള്ളതിനെ ശപിക്കാൻ വേണ്ടി അവർ പഠിപ്പിക്കുന്ന ഒന്നാ. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ചാർമസ് ചർമ്മസാർ എന്ന് പറയുന്ന ആരെ പറ്റിയാണ്? ഞാൻ പറഞ്ഞു, എന്തോ മനസ്സിലാക്കിയിരിക്കുന്നത്? യു ടെൽ മീ, എന്താ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? എന്താ അത്? മാർപ്പാപ്പായെ കുറിച്ചല്ലേ? പിന്നെ അല്ല, പിന്നെ ആരെ കുറിച്ചാ? ഞാൻ ചിന്തിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ആര് പറഞ്ഞു ഈ അബദ്ധം മാർപ്പാപ്പായെ കുറിച്ചാണെന്നുള്ളത്? അതിനെപ്പറ്റി സംശയമൊന്നുമില്ല, മാർപ്പാപ്പായെ കുറിച്ച് തന്നെയാണ്. ഞാൻ എത്ര പറയാൻ നോക്കിയിട്ടും ഈ വാസ് നോട്ട് അറ്റ് ഓൾ കൺവിൻസ്ഡ്. അതെന്റെ ബസ്സിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് നല്ലത്. അതുകൊണ്ട് ഐ ജസ്റ്റ് കെപ്റ്റ് സൈലന്റ് ആഫ്റ്റർ സം ടൈം. അത് മാർപ്പാപ്പ തന്നെയാണെന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് 666 എന്നുള്ളത്. ഞാൻ പറഞ്ഞത് എന്താ, ഈ ഡീകോഡ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് പറയാൻ വേണ്ടിയാണ്. ഇഷ്ടം പോലെ നമുക്ക് ഡീകോഡ് ചെയ്യാം, നമ്മുടെ ഭാവന എങ്ങനെയോ അതനുസരിച്ച് നമുക്ക് ഡീകോഡ് ചെയ്യാം. അതുകൊണ്ട് അന്ന് എഴുതിയ ആളും അന്നത്തെ വായനക്കാരും ചിന്തിക്കാൻ ഇടയുള്ളതും മനസ്സിലാക്കാൻ ഇടയുള്ളതുമായിട്ട് യാതൊരു പുരബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് വരുത്താൻ ഒക്കുന്നതാണ്. That is one of the dangers of these apocalyptical writings, because they are using code language. Unless you know the historical background, the cultural background, and many references that is made there, you are reading into it from your own background. You can put into it any idea which is uppermost in your mind, and that did not be the will of God. That did not be the true teaching. അതാണ് ഈ ഡീകോഡ് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തെല്ലാം കോഡ് ഭാഷകൾ ഉപയോഗിക്കുന്നു പറയാം. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഐ സെഡ് ഇറ്റ് ഈസ് pseudonymous. Secondly, I said through the media of visions and dreams, and thirdly they use code language. ആ കോഡ് ലാംഗ്വേജിനെ പറ്റി പറയാൻ എന്തെല്ലാം കോഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? One is colors. ഈ നിറങ്ങൾക്ക് പ്രത്യേകമായ അർത്ഥമുണ്ട്. അത് ഡിഫറെന്റ് കളേഴ്സ് ആർ യൂസ്ഡ്. അതിലെല്ലാം സിംബോളിക് മീനിങ് ഉണ്ട്. ബ്ലാക്ക് കളർ ഉള്ളതുകൊണ്ട് ദാറ്റ് ഓൾവേസ് സ്റ്റാൻഡ് ഫോർ ഡെത്ത്. നമുക്കറിയാം. അതുകൊണ്ടായിരുന്ന ഒരാളിനോട് ചോദിച്ചു, അച്ഛന്മാര് കല്യാണം കഴിക്കാനും അല്ലെങ്കിൽ കല്യാണം കെട്ടിക്കാനും ഒക്കെ വന്ന് നിൽക്കുമ്പോൾ പോലും അച്ഛന്മാരൊക്കെ കറുപ്പായിട്ടുണ്ട്. എന്തിനാ വന്ന് നിൽക്കുന്നത്? അത് സന്തോഷത്തിന്റെ അവസരമല്ലേ ഈ കറുപ്പായിട്ടുള്ളതിനാ വന്ന് നിൽക്കുന്നത്? മറ്റു പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. നമ്മളെ ഓർത്തഡോക്സ് പാരമ്പര്യം അറിയാൻ പാടില്ലാത്തവർ പലപ്പോഴും ചോദിക്കും, why even such solemn occasions and joyful occasions, why this vestment in black എന്ന് ചോദിക്കാറ്. നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇല്ലായിരിക്കാം, നല്ല കാര്യം. ചോദിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയുന്നത്. Now, black represents death, and then white, വെള്ള കുതിര, വെള്ള വസ്ത്രം ധരിച്ചവര്, white. So many references for the white. White stands for purity. വിശുദ്ധിയുടെ പ്രതീകമാണ്. വെള്ള വസ്ത്രം ധരിച്ച കന്യകമാര്, വെള്ള വസ്ത്രം വെണ്മ, വിശുദ്ധി, purity. The white always stands for purity. പഴയ കാലത്ത് പള്ളിയിലൊക്കെ പോകുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ചവരായിട്ടായിരിക്കണം പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോഴ് അതല്ല, കളർ നടത്തി തന്നെ ഒരു പ്രത്യേകത, ഒരു ബ്യൂട്ടി ഉണ്ട് ഇൻ ദി ഡൈവേഴ്സിറ്റി ഓഫ് കളർ. ദാറ്റ് ഷുഡ്. അതുകൊണ്ട് അങ്ങനെയാവാം. ഞാനത് ഇൻസിസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാവാം. അതിനേക്കാൾ ഹൃദയത്തിന്റെ വിശുദ്ധിയായി പുറത്തേതല്ല എന്നുള്ളതിൽ ഓർപ്പിക്കട്ടെ. എനിഹാ, വൈറ്റ് സ്റ്റാൻഡ്സ് ഫോർ പ്യൂരിറ്റി. ആൻഡ് റെഡ്, ചുവപ്പ് നിറത്തിന്റെ പല പരാമർശങ്ങളുണ്ട്. ആൻഡ് ദാറ്റ്സ് ഫോർ പെർസിക്യൂഷൻ. രക്തത്തിൻ്റെതാണ്, പെർസിക്യൂഷൻ്റെതാണ്. ആൻഡ് ദെൻ ആഷ് കളർ. ആഷ് കളർ സ്റ്റാൻഡ് ഫോർ ഫാമിൻ, ദ ടൈം ഓഫ് ഫാമിൻ. അതിനെ സൂചിപ്പിക്കുവാൻ ഉള്ളതാണ്. യെല്ലോ കളർ സ്റ്റാൻഡ് ഫോർ ലൈഫ്ലെസ്നെസ്. മഞ്ഞ നിറമായി, രക്തമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ നിറമായി വരുന്നത് പറഞ്ഞാൽ ലൈഫ്ലെസ്നെസ്. And then scarlet color stands for wealth. And purple
രക്താംബരം ഉള്ളൊരു പർപ്പിൾ കളർ, ആൻഡ് ദാറ്റ് സ്റ്റാൻഡ് ഫോർ റോയൽറ്റി. രാജാക്കന്മാരെ നിങ്ങൾ എന്ത് കാണാനായിട്ട് പോയി? അവിടെ പർപ്പിൾ അണിഞ്ഞ ഒരുവനെയാണോ കാണാൻ പോയത്? മരുഭൂമി കാണാൻ പോയത് പർപ്പിൾ, ദാറ്റ് സ്റ്റാൻഡ് ഫോർ റോയൽറ്റി, രാജത്വത്തിന്റെ പ്രതീകമാണ്. സോ ദീസ് ഡിഫറെന്റ് കളേഴ്സ് ആർ എംപ്ലോയ്ഡ് സോ ആസ് ടു refer to some particular truth. അതിനു വേണ്ടിയാണ് ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നത്. സോ ഓൾസോ ആനിമൽസ്, വളരെ വിചിത്രമായ മൃഗങ്ങളൊക്കെ, മറ്റെങ്കിലും ലോകത്തൊന്നും ഇല്ലാത്ത 10 കൊമ്പും 7 കണ്ണും മറ്റുമൊക്കെ ഉള്ള മൃഗങ്ങളൊക്കെ ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. They are all symbolic of something, not found in the animal world, but some rare species mentioned to here. So animals are many in this apocalyptic writings, especially in the book of Revelation. And there you find a serpent, a dragon, മഹാസർപ്പം. അതിങ്ങനെ വന്നിട്ട് ആ സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ എന്താ കൊണ്ടുവന്നു വിഴുങ്ങുവാൻ തക്കവണ്ണം വരുന്ന serpent. The serpent, the dragon എന്നുള്ളത് it stands for Satan. സാത്താന്റെ പ്രതീകമാണ് ഈ പാമ്പ്. അതിന്റെ കാരണമുണ്ട്. എന്താ? ഏതൻ ദോഷത്തിൽ സാത്താനെ വന്ന പാമ്പ അതിന്റെ വേഷത്തിലാണല്ലോ വന്ന് Adam and Eve were tempted by Satan and took the form of a serpent, and they were so ചാറ്റിന്റെ മറ്റൊക്കെ പ്രയോഗിക്കുന്ന നശിപ്പിക്കുന്ന മനുഷ്യനെ നശിപ്പിക്കുന്നതിന്റെ ഒരു ചിന്തയാണ് ഈ സർപ്പന്റിനുള്ളത്. അതുകൊണ്ട് അതിനെ ആ വിധത്തിലാണ് കാണുന്നത്. സർപ്പന്റ് ഒന്നാണ്. മറ്റൊന്നുള്ളത് ഒരു ബീസ്റ്റ്, ഒരു മൃഗം എന്ന് പറയുന്നുണ്ട്. എ ബീസ്റ്റ്, മൃഗത്തിന്റെ മുദ്രയിട്ട ഒരു ബീസ്റ്റ്. And that stands for, the beast stands for the enemy. ശത്രുവിനെ പരാമർശിക്കുന്നതിന്, ശത്രു എന്ന് പറയുന്ന ആരാണോ ആ ആളിനെ he's a beast. ചിലപ്പോൾ ദേഷ്യം വരുമ്പോഴേക്കും അങ്ങോട്ട് കയറി പറയാറുണ്ട് he's a beast. I remember I was counseling a couple and this wife was complaining, oh he's a beast. അയാളെ പറഞ്ഞത് ഇംഗ്ലീഷ് ആയിട്ട് ഉപയോഗിച്ചത് മലയാളത്തിലുള്ള വാക്കാണ്. അങ്ങനെ ഒരു മൃഗമാണ് എന്നാ പറഞ്ഞത്. അതിന്റെ കാരണങ്ങളൊക്കെ ഉണ്ട്, പിന്നെ എന്തെങ്കിലും ആട്ടെ. Anyhow, so beast stands for enemy. പിന്നെ ഉള്ളത് there is a lamb. Several times the lamb occurs in chapter 13 and so on. Lamb stands for sacrifice. ബലി മൃഗമാണ്. കുഞ്ഞാടിന്റെ അറുക്കപ്പെട്ട കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെടുന്ന lamb is for victim for sacrifice. അതേ സമയത്ത് for tenderness, അതിന്റെ ഒക്കെയും ആയിട്ടുള്ളതാണ് സാക്രിഫൈസ്, ടെൻഡർനെസ്. കുഞ്ഞാടാകുമ്പോൾ ബലി അർപ്പിക്കുന്ന വിക്ടിം, ഈ അർത്ഥമെല്ലാം ഉള്ളതാണ് lamb of God, ദൈവത്തിന്റെ കുഞ്ഞാട്. Then there is a lion that stands for king, മൃഗരാജാവാണല്ലോ. And then there is the horse, പല കുതിരകളെ പറ്റിയുള്ളതുണ്ട്. പലപ്പോഴും കുതിരപ്പുറത്ത് വരുന്നത് കുതിരയെ പറ്റിയുള്ള പരാമർശമുണ്ട്, സ്റ്റാൻഡ്സ് ഫോർ വിക്ടർ. അപ്പൊ ഇങ്ങനെ മൃഗങ്ങളെ കൊണ്ട് ഞാൻ പറഞ്ഞു, നിറങ്ങൾ, മൃഗങ്ങൾ, പിന്നെ ഇവർക്കുള്ള മറ്റൊന്ന് നമ്പേഴ്സാണ്. സംഖ്യകൾ കൊണ്ടുള്ള കസർത്ത് വളരെയധികമുണ്ട്. Number 7 comes in very frequently in the book of Revelation. Number 7 stands for completeness, fullness, perfection. അതിന്റെ സംഖ്യയാണ് 7 എന്ന് പറയുന്നത്. When you say 7, that means complete, perfect. എന്തുകൊണ്ടാ? 7 ദിവസം കൊണ്ട് എല്ലാം 7 ആഴ്ചവട്ടം പൂർത്തിയാകുന്നു. One circle is complete, is perfect. In number 7 വരുമ്പോൾ that is complete. അതുകൊണ്ട് from the Jewish point of view, number 7 stands for completeness, perfection, fullness. അങ്ങനെയാണെങ്കിൽ നമ്പർ 6-നുണ്ട് ഇംപെർഫെക്ഷൻ എന്നുള്ളതുകൊണ്ട് മനുഷ്യനെ കുറിക്കുന്നതിനും നമ്പർ 6 ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യനെ കുറിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇറ്റ് വാസ് ഓൺ ദ 6th day man was created. So in order to refer to man, 6 എന്നുള്ള സംഖ്യ ഉപയോഗിക്കാറുണ്ട്. And then you have 4, number 4, 4 എന്നുള്ള സംഖ്യ ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ പ്രകൃതിയെ മുഴുവനായി 4
അതിർത്തികളെ കുറിക്കത്തക്കവണ്ണം natural creation, the number 4. And then number 12, that comes several times. That is the nucleus of Israel. Israel's nucleus in the 12 patriarchs. അതുകൊണ്ട് അവരെ കുറിക്കുന്നത് 12 ആണ്. 12 plus 12 equals what? 24. 24 പേര് എന്ന സംഖ്യയുണ്ട്. 24 24 മൂപ്പന്മാർ. The 24 elders falling at the feet in prostrating before the throne and worshipping and so on. 24. 12 plus 12. 12 stands for the Old Testament patriarchs and the 12 stands for the 12 apostles of the New Testament. Old Testament, New Testament, Old Israel, New Israel, total 24. അതിനെ രണ്ടിനെയും കൂടി ഒരുമിപ്പിക്കുന്ന ആ ഒരു സംഖ്യയായിട്ടാണ് നമ്പർ 24 എന്ന് ഉള്ളത്. And then one number is 1000. അതുകൊണ്ട് 1000 വർഷങ്ങൾ ധരിക്കുന്നു. അതിനുള്ള 1000 years എന്നുള്ളതിനുള്ള വാക്ക് എന്താണെന്ന് അറിയാമോ? ഒറ്റ വാക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് മില്ലേനിയം. അത് മലയാളത്തിൽ സഹസ്രാബ്ദ വാഴ്ച കേട്ടിട്ടുണ്ടാകും. 1000 ആണ്ട് വാഴ്ച, സഹസ്രാബ്ദ വാഴ്ച. 1000 വർഷം വാഴുന്നു മെശിഹായ് എന്ന് പറഞ്ഞുകൊണ്ട് 1000 years എന്നുള്ളത് 1000-ൽ വെച്ചിട്ടുണ്ട്. എന്താ 1000 എന്ന് പറയുന്നത്? 1000 എന്ന് പറയുന്നത് നമ്മൾ പറയും 999 പ്ലസ് 1 ആയാൽ 1000 ആയി. അതല്ല, ഇവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം 1000 എന്ന് പറയുന്നത് ഇൻഫിനിറ്റാ, കൗണ്ട്ലെസ്, അസംഖ്യമായിട്ടുള്ളത്, ഇന്യൂമറബിൾ എന്നുള്ളതാണ്. നമ്മുടെ നാട്ടുഭാഷയിൽ ഒരു പദത്തിലുണ്ട്. 1000, 10,000, കോടിയൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ ആളിനെ ഇരുത്താൻ നമ്മളൊരു സംഖ്യ പറയും. എന്താണെന്നറിയാം? ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും കാക്കത്തുള്ള 1000. കേട്ടിട്ടില്ലേ? എല്ലായിടത്തും പറയുന്നത് എനിക്ക് തോന്നുന്നു. അതിനപ്പുറം വേറെ സംഖ്യ ഉണ്ടോ? ഇല്ല. അതിനപ്പുറം വേറെ സംഖ്യ ഇല്ല. കാക്കത്തുള്ള 1000 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഫിനിറ്റ്. അരിത്മെറ്റിക്സിൽ പറയുന്ന ഇൻഫിനിറ്റ് ആണ്. നമ്മുടെ നാട്ടുഭാഷയിൽ പറയുന്ന കാക്കത്തുള്ള 1000 എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന സംഖ്യയാണ് എത്ര? 1000. 1000 stands for the infinite, the innumerable, അസംഖ്യം എന്ന് പറയുന്നതിന് ഉള്ളതാണ് ഈ ഉപയോഗിക്കുന്നത്. And then പിന്നീട് നമ്മൾ ഇതിനകത്ത് വായിക്കുന്ന ഒന്നുണ്ട്. 42 മാസം, പിന്നെ 1260 ദിവസം, 3.5 വർഷം. ഇത് മൂന്ന് നമ്മൾ വ്യത്യാസമുണ്ടോ? ഒന്നുകൂടെ പറയാം. 42 മാസം, 1260 ദിവസം, 3.5 വർഷം. വ്യത്യാസമുണ്ടോ ഇത് തമ്മിൽ? ഇറ്റ് ഈസ് വൺ ആൻഡ് ദ സെയിം. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അത് ഓരോ അവസരത്തിൽ ഓരോ വിധത്തിലാണ്. ഒരിടത്ത് 42 മാസം എന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നത് 1260 ദിവസങ്ങൾ എന്ന് in terms of days പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിടത്ത് 3.5 എന്നല്ല പറയുന്നത്, കാലം, അരക്കാലം, ഇരുക്കാലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? കാലം എന്ന് പറഞ്ഞാൽ 1, അരക്കാലം 1, ഇരുക്കാലം 2. അപ്പൊ കൂടുമ്പോൾ 3.5 വർഷം, 3.5 years is equivalent to 42 months. 36 മാസം equal to 3.5 months. 42 months equivalent to 1260 ദിവസം. ഇതെല്ലാം ഈ വെളിപാട് പുസ്തകത്തിൽ ഈ സംഖ്യകളുടെ ഒരു കസരത്ത് കാണാൻ പലയിടത്തും ഈ ദിവസങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബുക്ക് ഓഫ് ഡാനിയൽ ഓൾസോ, യു ടേൺ ടു ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 12 verse 11. ഒന്ന് വായിച്ചാട്ടെ. ബുക്ക് ഓഫ് ഡാനിയൽ 12:11. The book of Daniel 12:11. Verse 7. 11, 7, 11, 2 നോക്കാം. 7 ആദ്യം നമുക്ക് നോക്കാം. 7 പറയുന്നുണ്ട്, ഇനി കാലവും
കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. ഇംഗ്ലീഷിൽ എങ്ങനെയാ ആർക്കെങ്കിലും verse 7, book of Daniel 12:7. A man clothed in linen who was upstream raised his right hand and his left hand towards heaven, and I heard swear by the one who lives forever that it would be for a time, 2 times, and half a time. അപ്പോൾ എത്രയായി? Time, 2 times and half a time. Total 3.5. 3.5 എന്നൊക്കെ പറഞ്ഞാൽ പോലെ ഇത് എത്രയോ എളുപ്പമാണ്. 3.5 വർഷം എന്ന് പറഞ്ഞു. കാലം, അരക്കാലം, പിന്നെ ഇരുക്കാലം. ഈ മനുഷ്യനെ പട്ടം ചുറ്റിക്കുന്ന ഈ ഏർപ്പാട് വേണോ എന്ന് ചോദിച്ചാൽ, ബിക്കോസ് ഇറ്റ് ഈസ് കോഡ് ലാംഗ്വേജ്. എത്രയും ചുറ്റി മറിച്ച് പറയാമോ അത്രയും മറിച്ച് പറയുക. ആർക്കും പെട്ടെന്ന് പിടികിട്ടരുത്. ദാറ്റ് ഈസ് ദി ഇന്റൻഷൻ. Yet you should not know it directly what is implied. So you should think about it. നമ്മ പറഞ്ഞല്ലോ ഗണിക്കട്ടെ, ബുദ്ധിയുള്ളവർ ഗണിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ബുദ്ധിയുള്ളവർ ഈ സംഖ്യയെ വെച്ച് ചിന്തിക്കട്ടെ എന്നുള്ളതിലാണ് ആ പരാമർശം. ദെൻ പിന്നെയും നമുക്ക് 11 കാണാം 1290 ദിവസം ചെല്ലും, 1335 ദിവസത്തെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ദിവസങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. അത് എന്താണ്? And also book of Revelation 11:2. 11:2. നാൽപ്പത്തിരണ്ട് മാസം ചവിട്ടും. അപ്പൊ എത്രയാവും 42 മാസം? ഈ വർഷം പറയുകയാണെങ്കിൽ 3.5 years. മുമ്പേ 3.5 years എന്ന് പറഞ്ഞാൽ അരക്കാലം ഇരുക്കാലം ഒരുക്കാലം പറഞ്ഞു തരുന്ന ഇവിടെ 42 മാസം. താലൂക്ക് വായിച്ചാട്ടെ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അവർ രക്ഷപ്പെടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സംഖ്യകള് ഈ 3.5 years എന്ന് പറയുന്നത് that stands for a time of difficulties, a time of crisis, a time of great problems. ഏറ്റവും പ്രശ്നസങ്കീർണമായ ഏറ്റവും വിഷമം നിറഞ്ഞ ഒരു ഘട്ടമാണ് ഈ 3.5 എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ എന്താ, ചിന്തിക്കാൻ എന്താ കാര്യം? ഇസ്രയേൽ പ്രവാചകന്റെ കാലത്ത് എങ്ങും ക്ഷാമം ഉണ്ടായി, വരൾച്ച ഉണ്ടായിട്ട് ഭൂമി ആകാശം അടഞ്ഞും മഴ പെയ്യാതിരുന്ന എത്ര കാലത്തേക്കായിരുന്നു നോക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കാലത്ത് 3.5 years, 3.5 വർഷമാണ്. So from that time onwards, 3.5 always reminds of this difficult time, a time of drought, a time of famine, a time of problems. ഇത് ആയതുകൊണ്ട് ഈ 3.5 വർഷം എന്നുള്ളത് later on that became to be known as a period of a great crisis and difficulties. അതിനുവേണ്ടി പറയുന്നതാണ് 3.5 വർഷം എന്നുള്ളത്. അതിനെയാണ് 1260 ദിവസം എന്നുള്ളത്. ഒരു ദിവസം 1000 ആണ്ടായിരിക്കും, 1000 ആണ്ട് ഒരു വർഷത്തിന് തുല്യമായിരിക്കും. പത്രോസിന്റെ ലേഖനത്തിലുള്ളത് എടുത്തുകൊണ്ട് അതിനെ കണക്കാക്കി വെച്ചുകൊണ്ടാണ് റസൽ വ്യാഖ്യാനിച്ചത്. റസൽ പറഞ്ഞു 917 ലോകം അവസാനിക്കും, കർത്താവിന്റെ വരവും ഉണ്ടാകും എന്ന് പറഞ്ഞത് ഈ ദിവസം ഇങ്ങനെ കണക്ക് കൂട്ടിയാണ്. 3.5 വർഷവും 1260 ദിവസവും അത് വർഷമായി കണക്കാക്കിയിട്ട് പുറകോട്ട് കണക്കാക്കി ഇങ്ങോട്ട് വരുമ്പോൾ ഈ വിധത്തിലുള്ള കണക്കൂട്ടലുകളൊക്കെ തന്നെ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതാണ് എന്നുള്ളത് ഒന്നാമത് ഓർക്കുക. ഇത് സിംബോളിക് മീനിങ് ആണ്. 3.5 സിംപ്ലി മീൻസ് എ ടൈം ഓഫ് ഡിസ്ട്രസ്, എ ടൈം ഓഫ് കലാമിറ്റി. അത് മാത്രമേ അത് അർത്ഥമുള്ളൂ. അതല്ലാതെ ഈ ലിറ്ററൽ ആയിട്ടുള്ള മീനിങ് കൊടുക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. സോ ഓൾസോ അബൌട്ട് ദ മില്ലേനിയം, 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നതും അത് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സമയത്തിലാണ്. ഇനിയുണ്ട് 144,000 മറ്റൊരു സംഖ്യ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ഞാൻ പരാമർശിച്ചില്ല. 144,000 എന്ന് ഉള്ള സംഖ്യ, കന്യകമാര് 144,000 കന്യകമാര് അവിടെ സിനായ് മലയിൽ വന്ന് നിൽക്കുന്ന 144,000. അതെന്താ 144,000 എന്ന് വന്നെന്നറിയാമല്ലോ. 12 × 12 എത്ര വരും? 144.
44. 12 ഏതിനെയാ സൂചിപ്പിക്കുന്നത്? ഓൾഡ് ടെസ്റ്റമെന്റ്. 12 ന്യൂ ടെസ്റ്റമെന്റിന്റെയും അത് വരുമ്പോഴേ 12 144, പിന്നെ 1000 ഇന്യൂമറബിൾ. അപ്പൊ 144,000 എന്ന് സൂചിപ്പിക്കുന്നതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. അസംഖ്യങ്ങളായിരിക്കുന്ന ആളുകൾ കർത്താവിന്റെ വരവിൽ എതിരേൽക്കുവാൻ തക്കവണ്ണമുള്ള 144,000 കന്യകമാര് അവിടെ ഉണ്ടാകും, അവിടെ വരും എന്ന് പറയുന്നത് ഇന്നത്തെ ഇഫ് യു റീഡ് ത്രൂ ദ റൈറ്റിംഗ്സ് ഓഫ് ജെഹോവാസ് വിറ്റ്നസ് പീപ്പിൾ, ബ്രൂക്ലിൻ വിത്ത് their headquarters, and if you happen to read any of their writings, വളരെ ഡേഞ്ചറസ് പീപ്പിൾ ഞാൻ പറഞ്ഞത് വന്ന് വീണ് കഴിഞ്ഞാൽ അവർ നമ്മളെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കും. ആൻഡ് ദേ ഹാവ് their own ബൈബിൾ, അവരുടെ ബൈബിൾ അവരുടെ പരിഭാഷയാണ്. And with that they come to us. And അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇന്ന വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ then turn to the next verse-ലാണ് അതനുസരിച്ചാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്നത് നോക്കണമെന്ന് വേദപുസ്തകങ്ങളിലൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ചെയിൻ വാക്യങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് ഇതൊന്നും കണ്ടിട്ട് കേട്ടിട്ടില്ല ഓർത്തഡോക്സുകാരുടെ മുമ്പിൽ വന്ന് ഇരിക്കുമ്പോൾ അവന് ഈ വാചകം കശക്കി അങ്ങോട്ട് ഇടുമ്പോൾ അയ്യോ ഇതാണോ ശരിയാണല്ലോ എന്ന് വിചാരിച്ച് ആ വീട്ടിൽ അങ്ങ് വീണ് പോകും. And then he fixes up an appointment. And he comes there exactly the same next week for the Bible study. And the poor lady, there was no other one for her. അങ്ങനെയല്ല, ഇവിടെ ഓവർ ടൈം ചെയ്ത് കഴിയുന്ന ഒരാളെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ഈ ബൈബിൾ സ്റ്റഡിക്ക് ഇരിക്കും, ഒടുവിൽ അത് കുഴപ്പത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും. അവര് ഈ പറയുന്നതെല്ലാം ഈ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നവരായതുകൊണ്ടാണ് ഈ അപകടത്തിലേക്ക് വരുന്നത്. അവർ എണ്ണി വെച്ചിരിക്കുന്നത് അവിടെ ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യം, ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഹോൾ അവർ പറയുന്നതിന് ദൈവരാജ്യം, കിങ്ഡം ഹോൾ, പള്ളി എന്ന് പറയുന്നില്ല, കിങ്ഡം ഹോൾ രാജ്യത്തിന്റെ അവിടെ പ്രവേശിക്കാനുള്ള എണ്ണപ്പെട്ട് കഴിഞ്ഞു 144,000 ഫിക്സ്ഡ്. നോ മോർ എൻട്രൻസ്, നോ, പിന്നെ അങ്ങോട്ടില്ല. അത് കറക്റ്റായിട്ട് എണ്ണി വെച്ചിരിക്കും. ഇനി സെക്കൻഡ് കാറ്റഗറി പെട്ടവർക്കേ ഉള്ളൂ എന്ന വിധത്തിൽ they give literal interpretation to this kind of numbers. അവിടെയാണ് ഈ പറയുന്ന വികൃതങ്ങളായിരിക്കുന്ന വളരെ അപകടകരങ്ങളായിരിക്കുന്ന വ്യാഖ്യാനത്തിലേക്കൊക്കെ പോകുവാൻ തക്കവണ്ണം ഇടയാകുന്നത് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. സോ കളേഴ്സ്, ആനിമൽസ് ആൻഡ് ദെൻ നമ്പേഴ്സ്, ഇല്ലേ? മൂന്നല്ലേ പറഞ്ഞത്? അതെ. We will have a break at 12 o'clock. Now, പിന്നെ ഒരു നമ്മളുണ്ട് ക്രിപ്റ്റിക് നെയിം ബാബിലോൺ. ബാബിലോൺ എന്നുള്ള പേര് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഇറ്റ് ഡസ് നോട്ട് റെഫർ ടു ദി ഏൻഷ്യന്റ് കിങ്ഡം ഓഫ് ബാബിലോൺ. ബാബിലോൺ രാജ്യത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സദ്ദാം ഹുസൈന്റെ രാജ്യം, അതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ബാബിലോൺ ആ രാജ്യത്തെ കുറിച്ചൊന്നും അല്ല ഇവിടെ പരാമർശിക്കുന്നത്. ഇവിടെ ബാബിലോൺ എന്ന് സൂചിപ്പിക്കുന്നത് യു ഫൈൻഡ് ദാറ്റ് റെഫറൻസ് ഇൻ 17:5 and 15:8. 17:5 Mahdiam Babylon. 17:5 and 15:8. ദൈവത്തിന്റെ തേജസ് ശക്തിയും ഹേതുമായി ദൈവാലയം പോകാൻ പറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 15:8 ഏഴും കഴിയുമ്പോഴും ദൈവാലയത്തിൽ കടക്കാൻ ആർക്കും കഴിയില്ല. The temple was filled with smoke from the glory of God and from His power. No man was able to enter in the temple till the seventh plague of the seventh. ഇതിനെപ്പറ്റി ബാബിലോൺ എന്നുള്ള ആ സംഖ്യ 17:5 ഏറ്റവും വ്യക്തമായിട്ട് ഉള്ളത്. അത് എന്തിനെ സൂചിപ്പിക്കുന്നത്? ബാബിലോൺ നിങ്ങൾ പറഞ്ഞാൽ ബാബിലോൺ സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? ബാബിലോൺ സ്റ്റാൻഡ്സ് ഫോർ റോം. റോമ സാമ്രാജ്യമാണ് അന്ന് ക്രിസ്തീയ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റോമൻ എംപററാണ് റോമൻ സഭയെ കശക്കിക്കൊണ്ടിരിക്കുന്നത്, കൊന്നു ഒടുക്കിക്കൊണ്ടിരിക്കുന്നത്. It was a time of persecution let loose by the Roman emperor. അതുകൊണ്ട് റോമിന് കൊടുത്തിരിക്കുന്ന പേരാണ് ബാബിലോൺ. ബാബിലോൺ. Why the name Babylon is given to Rome? ആ പേരെന്താ കൊടുക്കാൻ കാര്യം? റോം എന്ന് പറഞ്ഞാൽ കുഴപ്പമാണ്. ബ്രിട്ടീഷുകാരെന്നോ ഇംഗ്ലീഷെന്നോ അക്കാലത്ത് നമ്മൾ വിമോചന സ്വാതന്ത്ര്യ സമരകാലത്ത് പറയില്ല.
അതിന് പകരം മറ്റു പേരെ പറയുള്ളൂ എന്ന് പറയുന്ന പോലെ ഇവിടെ ബാബിലോൺ എന്ന് ഉപയോഗിക്കുന്നത് ടു അവോയ്ഡ് ദ മെൻഷനിങ് ഓഫ് റോം. റോം എന്ന് പറഞ്ഞാൽ പിടികിട്ടും, അത് പറയാതിരിക്കാൻ വേണ്ടി. എന്നാൽ മറ്റെത്രയോ പേരുണ്ടായിരുന്നു ഈ ബാബിലോൺ എന്ന് പറയാൻ കാര്യം എന്താ? Because Babylon was the nation which oppressed the people or kingdom of Israel so much. അവരെ ദൈവാലയം നശിപ്പിച്ചു, നെബൂഖദ്നേസറിന്റെ നേതൃത്വത്തിൽ വന്നിട്ട് അവരെ അടിമകളായ ബാബിലോണിൽ കൊണ്ടുപോയി ഏറ്റവും അധികം ഉപദ്രവവും ഏറ്റവും അധികം അവർക്ക് നാശവും വരുത്തിയത് ഇറ്റ് വാസ് ദ കിങ്ഡം ഓഫ് ബാബിലോൺ upon the people of Israel. അതുകൊണ്ട് ഈ ബാബിലോൺ എന്നേക്കും അവരുടെ വലിയ ശത്രുവായിട്ട് ഉപദ്രവം ഉണ്ടാക്കുന്ന വലിയൊരു നേഷനായിട്ട് ബാബിലോൺ തീർന്നു. ആ പേരാണ് ഇപ്പോൾ റോമിന് കൊടുത്തിരിക്കുന്നത്. ടു അവോയ്ഡ് ദി ഐഡന്റിറ്റി, അതിനുവേണ്ടി ബാബിലോൺ ഇസ് എ ക്രിപ്റ്റിക് നെയിം given to Rome, the name Babylon. You can find the same in the First Peter chapter 5 verse 13. First Peter chapter 5 13. She who is in Babylon send you greetings. നിങ്ങളുടെ സഹോദരിയായ ബാബിലോണിലെ സഭയിൽ എനിക്ക് മകനായ മർക്കോസിൽ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. ബാബിലോണിലെ സഭയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് St. Peter had never been to Babylon, but he is writing this letter. ആ പത്രോസ് ലേഖനം എഴുതുന്നത് എവിടുന്നാണ് ചോദിച്ചാൽ റോമിൽ നിന്നാണ് എഴുതുന്നത്. ആ റോമിലെ സഭ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു പറയത്തില്ല. അത് പകരമായിട്ട് ക്രിപ്റ്റിക് നെയിം Babylon is used to refer to Rome. അപ്പോൾ റോം എന്നുള്ളതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. So we have surveyed several characteristics of these writings. അതിന്റെ ഒരു തുടങ്ങി പലതായിട്ട് നമ്മൾ കണ്ടു. മെയിൻ ആയിട്ട് നമ്മൾ കണ്ടത് എത്രയാണ്? 3 കാര്യങ്ങളെ കണ്ടുള്ളൂ. 4 കാര്യങ്ങൾ: pseudonymous, media, vision and soul, then code language. Code language പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഇപ്പൊ പറഞ്ഞത്. 5ാമത് ഒന്നുള്ളത് കൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ്. And the 5th characteristic is dualism in these writings. Dualism. എന്താ dualism എന്ന് പറയുമ്പോൾ? God on one hand and Satan on the other. Two opposing powers fighting against each other എന്നുള്ളത് ഈ അപ്പോക്കലിപ്റ്റിക്കൽ റൈറ്റിംഗ്സിലൊക്കെ ഉള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഉപദ്രവം വരുന്നത്. Because the Satan, the great enemy, is fighting against the people of God, and he is taking advantage of the situation and oppressing and persecuting and causing trouble for the people. And God is not silent, but he will take his hand in the final. അവസാന ഒരു യുദ്ധം ഉണ്ടാകും. അവസാനത്തെ യുദ്ധത്തിൽ ആരാ പരാജയപ്പെടാൻ പോകുന്നത്? സാത്താൻ കാശയ്ക്ക് അവനെ പരാജയപ്പെടുത്തും. And God will triumph over the evil one, and God will be all in all, and God's kingdom shall be established forever, ever and ever. ഇത് ഈ അപ്പോക്കലിപ്റ്റിക്കൽ റൈറ്റിംഗ്സിലൊക്കെ ഒരു നോട്ടാണ്. അതിനകത്തൊക്കെ കാണുന്ന ഒരു സന്ദേശം അതാണ്. That there is the opposition from the enemy. The enemy is very powerful. സാത്താനത്തിന്റെ സൈന്യം മുഴുവനുമുണ്ട്. At his command, the whole satanic powers, the satanic host, they will all rally around him. And then God on the other, and his anointed one, the Messiah, on the other. And then the final struggle between the two. അതാണ് ഗോഗും മാഗോഗും തമ്മിലുള്ള യുദ്ധം ഒക്കെ പറയുന്നത്. It's a final victory, battle, and then satanic powers will be completely smashed, will be destroyed, and God shall be all in all, and God's kingdom shall usher in and shall reign forever and ever. And that is the message. So there is a dualism in this, between the good and the evil, between Satan and God. That battle, that conflict, and final victory on the part of God. And അതാണ് ഈ പുസ്തകങ്ങളിലെല്ലാം അപ്പോക്കലിപ്റ്റിക്കൽ റൈറ്റിംഗ്സിലുള്ള വലിയ ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, God will ultimately triumph. The truth will ultimately triumph.
that Satan will ultimately be destroyed. General introduction to the apocalyptical writings, and in that context we saw what are the salient characteristic features of the apocalyptical writings. We have noted 5 of them, 5 or 6 I know, we can. And then a question arises, why the Syrian churches have rejected this from their canon. This is not included in the Syrian canon of the New Testament. It was not. Now it is there in the Bible. But in former days it was not. No reading is taken from there. We have readings from all the other books of the New Testament during the liturgy, either Qurbana or other special services, Pradhana, Shishusha, you have readings from the general epistles or the Catholic epistles, 7 of them, and the Pauline writings, and Acts of the Apostles, and so on. But no reading from the book of Revelation in the liturgy as such. But of late, in the last lectionary revised and introduced, there is much criticism about that lectionary. I don't want to go into that critical question. But in that, there are readings from the 7 letters. That is, chapter 2 and 3 of the book of Revelation contains 7 letters to the 7 churches in Asia Minor. Readings from that, it's okay. Because it is direct, simple, no allegory, no symbolism. Directly addressed, just like any other letter of Paul or Peter. They are simple writings without much difficulty, complications. We can easily read through and get the content of the letters, 7 letters. And therefore, reading from these 7 letters are recommended and also included. That's only of late. Even now, the Chaldean church, Chaldean Syrian church, Mar Apriminde, Sabha Avila, Paviliska Surian Samakar, Chaldean Syrian church. Namala Shivakari, Paschatya, Western Suryakan, Suryan, Malpana, Yan, Suryan, Cherical Paschala, Masundavada. The William Paramiriula, Suryan Paramiriula, Conante, Malpanicin, William Malpanicin, Martin, then Abraham Malpanicin, his father, was a great friend of mine. And then, of course, now George Abrahamson, he's a professor in our seminary. They have a great heritage. Pabakala library in Vardan, other Prasiddhamaya library, and very rare manuscripts, in Syrian manuscripts.
only 2 places in Kerala where you have such. Now, of course, there are Siri also there, but one is Maninikara, few of them, but they have a good collection of best Syriac manuscripts, Pambakala Library. Recently, in some place in this country, somebody came and asked me why this particular Namaskaram is called Pambakala Namaskaram. And Sadhana Namaskaram, Pambakala Namaskaram. Why it is called Pambakala Namaskaram? Because is it originated from Pambakala? Or why it is associated with Pambakala? That question was put. Anyway, issue I had Pambakala, Suryani and Paramilitary, Ulladaanengil thaneyum ഇത് ഉപയോഗിക്കുന്നില്ല. നമ്മുടെ വായനകളിലൊന്നും ഇല്ലായിരുന്നു, സിറിയൻ ബൈബിളിലും ഇല്ലായിരുന്നു. Even now, the Chaldean Syrian Church, that is the Eastern Syrian Church, with the headquarters at Thrissur, they don't read they don't include the Book of Revelation in the canon. എന്തുകൊണ്ടാണ് സിറിയൻ ചർച്ച്? Why the Syrian churches? Syrian church എന്ന് പറഞ്ഞാൽ ഒന്നല്ല. Remember that. നമുക്ക് ഈ ജീവക്കാർ മാത്രമേ സുറിയാനി സഭ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുള്ളൂ, നമ്മളോട് ബന്ധപ്പെട്ട ജീവക്കാർ. സിറിയൻ ചർച്ച് എന്ന് പറഞ്ഞാൽ പലതുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ പൗരാണികത്വം ഉള്ളതാണ് കാലിയൻ ചർച്ച്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഗ്രേറ്റസ്റ്റ് ഓറിയൻ ചർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ ഈ സിറിയൻ ചർച്ചസ് ഒന്നും തന്നെ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസ്, നമ്മുടെ മച്ചാന്മാരാണെന്നാണ് നമ്മൾ പറയുന്നത്, റഷ്യനും ഗ്രീക്കും ഒക്കെ ആയി. പക്ഷേ കുർബാന അനുഭവിക്കാൻ മാത്രം പറ്റില്ല, നമ്മൾ കൊടുക്കുകയുമില്ല. എങ്കിലും നമ്മൾ അവരുടെ എല്ലാമാണെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ the Eastern Orthodox churches, so to say, or the other Byzantine Orthodox churches, എന്നൊക്കെ പേര് പറയപ്പെടുന്ന ആ സഭകൾ, right from the very beginning, they had included the book of Revelation, John's book of Revelation, in their canon. And all the Western churches, Roman Catholics, of course, the Western church is the Catholic church, അതിന്റെ ഓഫ്ഷൂട്ട് ആയി വന്നിട്ടുള്ളതാണല്ലോ all the Protestant groups, and then അതിൽ നിന്നും വന്നിട്ടുള്ളതാണ് സെക്ടേറിയൻ ഗ്രൂപ്പ്സ്. അവർക്കെല്ലാം ബുക്ക് ഓഫ് റെവലേഷൻ ഉണ്ട്. അപ്പോൾ ഇൻ ദ ക്രിസ്ത്യൻഡം ഈ സിറിയൻ churches from the beginning they had some prejudice towards this book, and they had kept aside without including it in the canon. The canon was the official list of the New Testament books, and the canon of the New Testament, the canon of the New Testament, canon of the Old Testament, canon of the Bible, എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം officially accepted list of books എന്നാണ്. അപ്പോൾ in the canon of the New Testament, the book of Revelation is not included in the Syrian church. അതിന് പ്രത്യേക കാരണമൊന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. എങ്കിലും പ്രധാനപ്പെട്ട കാരണം ഈ കാനനകത്ത് ഉൾപ്പെടുത്തുന്നതിന്, ഒരു പുസ്തകം ഉൾപ്പെടുത്തുന്നതിന് 3 പരിഗണനകൾ, 3 actually points to be considered. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ കാനനകത്ത് ഉൾപ്പെടുത്തുന്നത്? ഒന്ന്, it must be written by some apostle. Apostolic authority must be behind it. Then only that book will be included in the canon. Apostolic authority. Some apostle must have been there behind it, either directly from the apostle or derived from the apostle. അങ്ങനെ അപ്പോസ്തോലികമായിരിക്കുന്ന അതോറിറ്റിയുള്ള പുസ്തകങ്ങൾ ആണെങ്കിൽ easily accepted in the canon. St. John's Gospel, no difficulty because written by an apostle. St. Matthew's Gospel, known as by the work of St. Matthew. Then what about Luke? Was he an apostle? Luke was he an apostle? No answer. No, he was not one of the 12 apostles. അപ്പോസ്തലന്മാർ 12 പേരിൽപ്പെട്ട ആളല്ലേ ലൂക്ക്. സോ ഓൾസോ മാർക്ക്. ഇവർ രണ്ടുപേരും അപ്പോസ്തലന്മാരിൽപ്പെട്ടവരല്ല. അവര് അതുകൊണ്ട് വായിക്കുമ്പോഴും അപ്പോസ്തലന്മാര് എന്നുള്ള പേരിലല്ല അറിയിപ്പുകാര് എന്നുള്ള പേരിലാണ് അവരെ പറ്റി പറയുന്നത് തന്നെ എവിടെയും വായിക്കുമ്പോഴും.
If they are not apostles, why their books are included in the canon? Apostolic authority വേണമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ there are two apostles behind these two writings. Behind the Gospel of Luke, there is the authority of St. Paul. St. Paul ആണ് ഈ ലൂക്കിന്റെ പുറകിലുള്ള ആള്. He was the companion of St. Paul. St. Paulന്റെ ഒരു ശിഷ്യൻ എന്ന പോലെ കൂടെ നടന്ന ആളാണ്. അപ്പോൾ whatever he derived it from Apostle Paul. So also behind the Gospel of Mark, there is another apostle, Apostle Peter. പത്രോസിന്റെ പ്രസംഗങ്ങൾ ഒക്കെയാണ് മർക്കോസിന് കിട്ടിയതും അതിൽ നിന്നാണ് അദ്ദേഹം ഈ ഗോസ്പൽ എഴുതിയതുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, if this is one criterion, there are three criteria to be included in the canon. One is it must be written by an apostle or derived from the apostolic source. അപ്പോസ്തോലികമായിരിക്കുന്ന അതോറിറ്റിയുടെ പിൻപിലുണ്ടായിരിക്കണം. Number one. Number two, the teaching and the content must be agreeable with the general teaching of the church. സഭയുടെ പൊതുവായ ഉപദേശങ്ങൾക്ക് അനുയോജ്യമായിട്ട് you should agree with the general teaching of the church. You should not stand against the general teaching of the church. സഭയുടെ പൊതുവായ ഉപദേശങ്ങൾക്ക് ടീച്ചിങ്ങിന് എതിരായിട്ടുള്ളതാണെങ്കിൽ ത്രോവേ, നേരെ മറിച്ച് അതിനോട് ചേർന്ന് പോകുന്നതാണെങ്കിൽ ക്യാൻ ബി അക്സെപ്റ്റഡ്. ഈ ഒരു മാനദണ്ഡം അവരെടുക്കുന്നു, കണ്ടന്റ് നോക്കിയാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് പൊതുവായ സഭകളൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ the church in Rome, the church in Antioch, the church in other parts of the world, general acceptance in the church, that makes a book eligible to be included in the canon. So three criteria. One, the authorship, രണ്ട് ഇതിന്റെ ടീച്ചിങ്ങിന് കണ്ടന്റിനെ പറ്റിയുള്ളത്, മൂന്ന് ജനറൽ അക്സെപ്റ്റൻസ് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ബുക്ക് ഓഫ് റെവലേഷൻ വന്ന ഒരു പ്രശ്നം, അപ്പോസ്തോലിക് അതോറിറ്റി എന്നുള്ളതിനെ പറ്റി ആർക്കും സംശയമൊന്നുമില്ല. യോഹന്നാന്റേതാണെന്നാണ് സംശയമുണ്ട്. കാരണം യോഹന്നാന്റെ സുവിശേഷം ഇത് രണ്ടും കൂടെ വെച്ച് വായിച്ചു നോക്കുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. ലാംഗ്വേജിലും അപകടത്തിലും ഒക്കെ സെറ്റ്, പക്ഷെ സാമ്യവും ഉണ്ട്. എങ്കിലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഓതർഷിപ്പിനെ പറ്റി വലിയ സംശയമൊന്നുമില്ല. അപ്പോസ്റ്റൽ ജോൺ ബിഹൈൻഡ് ഇറ്റ്. അദ്ദേഹം പത്മോസ് ദ്വീപില് നാട് കടത്തപ്പെട്ടു എന്നും അവിടെ വെച്ചായിരുന്നു ഉണ്ടായിരുന്നു ഒക്കെ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അപ്പോസ്തോലിക് അതോറിറ്റിയെ പറ്റി ചോദ്യമില്ലായിരുന്നു. അത് പ്രശ്നമല്ല ഇത് ഉൾപ്പെടുത്തുന്നതിൽ. രണ്ടാമത്തെ പ്രശ്നമാണ് ഉണ്ടായത്, it doesn't agree with the other teaching of the church. സഭയുടെ പൊതുവായ മറ്റു ഉപദേശങ്ങളും ചിന്തകൾക്കും ഒക്കെ വിരുദ്ധമായിട്ടുള്ള നിലയിൽ ഏതാണ്ടൊക്കെ വിചിത്രമായ ചില രീതികളെ പറ്റിയും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളെ പറ്റിയൊക്കെ ഇതിനകത്ത് പ്രതിപാദിക്കുന്നത് കൊണ്ട് the content was a disputed matter. അതുകൊണ്ട് there was some hesitation to accept this in the canon. മൂന്നാമത് ജനറൽ അക്സെപ്റ്റൻസ് പൊതുവെ ഉണ്ടായെങ്കിലും ഈ കണ്ടന്റ് ആണ് ഇത് തടസ്സമായി നിന്നത്. അതുകൊണ്ട് സിറിയൻസ് ഇത് കൂടാതെ മറ്റൊരു ഇഷ്യൂ കൂടെ വന്നു. In the 2nd century AD there was a movement called Montanist movement. Montanus എന്ന് പറയുന്ന ഒരാൾ ഏഷ്യ മൈനറിൽ എഴുന്നേറ്റ് ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കർത്താവിന്റെ വരവ്, the second coming of Christ will take place in such and such a date in such and such a place, and he pointed out the place and also the date, and there was great excitement all over. The people were greatly excited. If Christ is to come on such and such a date, why not? You just get ready for that to receive the Lord. And great excitement. Some ladies left their homes. All these ladies are in the front in all these movements. So they left their homes and then they were waiting for the Lord's coming. അങ്ങനെ ഒരു വലിയ ആവേശമൊക്കെ ഉണ്ടായി. And he criticized the priestly orders. പൗരോഹിത്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. He gave importance to prophecy. പ്രവാചകന്മാരാണ്, prophets are more important than the so-called ordained clergy. അച്ഛന്മാരെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആൾക്കാർ ചോദിച്ചാൽ ഉപദേശിമാർക്കാണ് അല്ലെങ്കിൽ പ്രവാചകന്മാർക്കാണ്. They speak the inspired words of God and they speak because the Holy Spirit is speaking through them. ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്ക് ഇയാളുടെ മൂവ്മെന്റ് വളരെ ശക്തിപ്പെട്ടു. പറഞ്ഞാൽ ഇപ്പോഴത്തെ പെന്റിക്കോസ്റ്റൽ മൂവ്മെന്റിന്റെ ആദ്യത്തെ
ഒരു മൂവ്മെന്റ് ആയിട്ട് വളരെ ഈ മോണ്ടേനിസ്റ്റ് മൂവ്മെന്റ് 2nd century AD, റിമെമ്പർ, ഇൻ ഏഷ്യ മൈനർ. അത് വന്നു കഴിഞ്ഞു, എല്ലാവരും കാത്തിരുന്നു. പക്ഷെ കിഴക്ക് തന്നെ സൂര്യൻ ഉദിച്ചു, പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്തു. നത്തിങ് എൽസ് ഹാപ്പൻസ്. മറ്റൊന്നും സംഭവിച്ചില്ല. ആ ദിവസം വന്നു, പഴയതുപോലെ കിഴക്ക് സൂര്യൻ ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിച്ചതല്ലാതെ സെക്കൻഡ് കമ്മിങ് ഡിഡ് നോട്ട് ടേക്ക് പ്ലേസ്. അപ്പോഴേക്കും ആളുകൾക്ക് നിരാശയായി. അത് ഇയാളുടെ പുറകെ നടന്നവർക്ക് പിന്മാറി. And then the church took it very seriously, and this fellow was condemned, and he was excommunicated from the church, and Montanist movement was a threat to the church in Asia Minor. അപ്പോൾ ഈ മോണ്ടേനിസിനെ വഴിതെറ്റിച്ചത് മുഴുവൻ പ്രധാനമായിട്ടും എന്താണ് ചോദിച്ചാൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ എന്നുള്ളതാണെന്ന് ബോധ്യമായി. And this is quite a dangerous book, and so better avoid that book. Don't touch that book, because people like Montanus have been led astray. They have been misguided. They have been leading the church into wrong teaching. അതുകൊണ്ട് ഈ പുസ്തകത്തോടുള്ള prejudice originated more because of this Montanist movement. And പിന്നീട് 2nd century കഴിഞ്ഞതിന് ശേഷം ഇത് ഒട്ടുമേ വായിക്കയില്ല എന്നായി മാറ്റിവെച്ചു. And that influence is more felt in the Syrian church than in the other churches. അതുകൊണ്ട് സുറിയാനി സഭ ഇതിനെ ഈ പല കാരണങ്ങൾ കൊണ്ട് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് അത് മാറ്റി ഇപ്പോഴ് നമ്മുടെ സുറിയാനി വേദപുസ്തകം പെഷീറ്റ, സുറിയൻ ട്രാൻസ്ലേഷൻ ബൈബിൾ ഈസ് കോൾഡ് പെഷീറ്റ, അതിനകത്ത് ഉണ്ട്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്, പാമ്പാക്കള് ലൈബ്രറിയിലുണ്ട്. നമ്മുടെ സുറിയാനി വേദപുസ്തകത്തിനകത്ത് ദിസ് ഈസ് ഇൻക്ലൂഡഡ്. ആൻഡ് ഐ വുഡ് certainly feel that ഇത് നിശ്ചയമായിട്ട് വേണ്ട ഒരു പുസ്തകം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ കാനോൻ, സഭാ നിയമ കാനോനകത്ത് അതിനെ കുറിച്ചൊക്കെ പറയുന്നെങ്കിലും I very strongly feel that it has a very valid point and theological stand for this book. അത് മാറ്റിവെക്കുന്നത് ഒരിക്കലും, അവഗണിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അത് ശരിയായി പഠിക്കേണ്ടതാണ്. Underline, rightly learned in the true spirit. അത് ശരിയായ വിധത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ഒരു വലിയ ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. And so that is the need for studying this book, because it has a very important point. എന്തായാലും the main actual point that I will come to it. Now, in order to make the study simple, I will take this book as a spiritual drama. To simplify it, to understand the content of the book. We all study drama. നമ്മൾ കോളേജിൽ ഷേക്സ്പിയറുടെ ഡ്രാമ ഉണ്ട്, കാളിദാസന്റെ ഡ്രാമ ഉണ്ടൊക്കെ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഡ്രാമ. ആൻഡ് ഇഫ് യു ഇൻ എ സ്പിരിച്വൽ സെൻസ്, അത് ഡ്രാമ കേൾക്കുമ്പോഴേക്ക് കോമാളിത്തരം പറയുന്ന ഒരു ഡ്രാമ എന്ന അർത്ഥത്തിലല്ല, നാടകം എന്ന അർത്ഥത്തിലല്ല. കുർബാനയെ പറ്റി പറയുമല്ലോ, ഇറ്റ്സ് എ സ്പിരിച്വൽ ഡ്രമറ്റൈസേഷൻ ഓഫ് ദ ഡ്രാമ. എന്ന വിധത്തിൽ if you look at this as a spiritual drama, the message could be easily understood. Adile nokkaanengil you have for a drama, these are the elements to be found in a drama. First, there is a prologue. എല്ലാ ഡ്രാമയിലും prologue. ഷേക്സ്പിയർ പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾക്കറിയാം prologue. അതിന് സംസ്കൃതത്തിൽ നാന്ദി എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രംഗങ്ങളാണ് 1, 2, 3, 4. So there is a prologue, and in that chapters 1 to 4, we should treat as the prologue and the picture of the church on earth. That is the matter. The picture of the church on earth. ഭൂമിയിലെ ഭൗമിക സഭയുടെ ഒരു ചിത്രം നമുക്ക് അവിടെ കാണാം. Especially up to chapter 1 to 3. The picture of the church on earth, verses chapter 1 to 3. And then in chapter 4, the picture of the church in heaven. സ്വർഗത്തിലെ സഭയുടെ ഒരു ചിത്രവും. അപ്പോൾ ഭൗമിക സഭയുടെയും സ്വർഗീയ സഭയുടെയും ചിത്രമാണ് ഈ പ്രോലോഗിലുള്ളത്. The picture of the church on earth in chapters 1, 2, 3, and the picture of the church on heaven, in heaven, and that is chapter 4. The worship and all that is being described. That is the prologue. Then you take scene 1, scene 2, scene 3, and so on. Scene 1, you have the 7 seals.
7 മുദ്രകളാണ്. 7 seals, 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 7 seals. In the first scene, the 7 seals are described. ഓരോ മുദ്രയും പൊട്ടിക്കുമ്പോൾ something happens, and then that's all. The 7 seals described in the first scene. ഒന്നാമത്തെ രംഗം കർട്ടൻ വീഴുന്നു. രണ്ടാമത്തെ രംഗം, the second scene, you have the 7 trumpets, 7 കാഹളങ്ങൾ, 7 trumpets being sounded, and then something happens. അങ്ങനെയുള്ള 7 കാഹളങ്ങളെ പറ്റിയുള്ളതാണ്. The first is chapters 5 to 7. First scene, the 7 scenes 5 to 7. And then the 7 trumpets, 8, chapter 8 to 14, 20. The 7 trumpets with some interlude. The 7 trumpets with some interlude. Scene 3. And then the next scene, you have the 7 plagues, PLAGUE, plague, ബാധകൾ, 7 ബാധകൾ ഉള്ളതായിട്ട്, chapters 15, 16. The 7 plagues. The next scene, the fall of Babylon. The fall of Babylon. എങ്ങനെയാണ് ബാബിലോൺ സൂചിപ്പിക്കുന്നത്? റോമിന്റെ വീഴ്ച, റോം തകരും, നശിക്കും, യാതൊരു സംശയവും ഇല്ല എന്നുള്ളത് തറപ്പിച്ച് പറയുന്ന ഒന്നാണ്. Now Rome is of course in power. Rome is persecuting the church, but the message is conveyed through this book. Rome will, Mahadiya, Babylon, the Rome will fall, no doubt will crumble down. Adana is described the fall of Babylon, chapters 17 and 18. Then next scene, and that is the last things, Andhya Sambhavagalanu, the last things in the millennium, 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 and the victory celebrated. Vijayam Aghoshikkannanu, the victory celebrated. So that is the 7 that comes in chapters 19, 20 and 21. 19 to 21, the victory celebrated, last scene. And then you have epilogue, prologue and epilogue. Epilogue എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന് ശേഷം ആഡ് ചെയ്യുന്നതാണ്. ഭരതവാക്യം എന്ന സംസ്കൃത നാടകത്തിൽ പറയുമ്പോൾ എപ്പിലോഗ്, എപ്പി എന്നുള്ളത് അപ്പോൾ പറഞ്ഞതിന് ശേഷം ഉപരിയായി പറയുന്നതാണ് എപ്പിലോഗ്. Epilogue, chapter 22, the heavenly Jerusalem, സ്വർഗീയ യെരൂശലേമിനെ പറ്റി ഉള്ള ഒരു ചിത്രമാണ് chapter 22, about the heavenly Jerusalem. And that is the summary of the book. പഠിച്ചു കഴിഞ്ഞു നമ്മൾ 7-25 അധ്യായം പോകട്ടെ. Now that gives a summary of the whole, taking it as a drama, and then you note the prologue, epilogue, and the different scenes with the different subjects in each one of them. And then if it is a drama, there are characters in the drama. പാത്രങ്ങൾ, കഥാപാത്രങ്ങൾ, main characters. Which are the main characters of this drama? First is God. ദൈവമാണ് ഏറ്റവും വലിയ കഥാപാത്രം. നമുക്ക് ആ ദൈവത്തെക്കുറിച്ചുള്ളത് ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? You will see what are things described about God. A second important character is Christ. പ്രധാനപ്പെട്ട കഥാനായകൻ എന്ന് പറയാവുന്നത് ക്രൈസ്റ്റാണ്. ക്രൈസ്റ്റിനെ പറ്റിയാണ് കൂടുതൽ ഇതിനകത്തുള്ളത്. നമുക്ക് നോക്കാം. And so the church, the next is the heroine. The hero and Christ, God, of course, above that. Then Christ, and then the heroine is the church. Church is the heroine. In a drama, hero and the heroine. So you have the church as the heroine. അങ്ങനെയാണെങ്കിൽ ഈ ഹീറോ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? For the heroine to be realized, to be united, and the
hero is waiting for the heroine to be united, and the final, the climax is the wedding of the lamb. കുഞ്ഞാടിന്റെ കല്യാണം അല്ലേ പുസ്തകത്തിൽ അവസാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ വായിക്കും അവരെന്നേക്കുമായ ശുഭമായ കല്യാണം കഴിഞ്ഞിങ്ങനെ ജീവിക്കുന്നു. That is the climax. The book also is concluded with such a note, and so you find the church as the heroine. We will come take the characters one by one. ഡ്രാമ പഠിപ്പിക്കുന്ന സമയത്ത് ക്യാരക്ടർ സ്റ്റഡി എന്ന് പറയുന്ന പാത്ര നിരൂപണം, ഓരോ കഥാപാത്രത്തെ പറ്റിയുള്ള സ്റ്റഡി we will make. If there is a drama, there is a villain. A villain. Who is the villain here? Satan is the villain. He is making every effort to get the heroine. ഈ നായികയെ തട്ടിയെടുക്കാൻ വേണ്ടി, സഭയെ തട്ടിയെടുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ അളവും ഈ വില്ലൻ നോക്കുന്നുണ്ട്. അതിന് അയാളെ സഹായിക്കാനായിട്ട് ഉപനായകന്മാരെ കൊണ്ട് ആ പെടുന്നതാണ് റോമൻ എംപററും മറ്റുമൊക്കെ. നമുക്കതിലേക്ക് വരാം. He has two agents, the beast എന്നുള്ളത്, then another beast. ഇത് രണ്ടിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. And then the Babylon, the harlot is fallen എന്നൊക്കെ പറയുന്നത്. Then there is the plot. അതിന്റെ ക്ലൈമാക്സ് ആയിട്ട് വരുന്നത് പരിണാമഗുപ്തി എന്ന് സംസ്കൃത നാടകത്തിൽ പറയുന്നത്, that is the wedding. And with the wedding of the lamb described in chapter 19. The wedding of the lamb, or union between Christ and the church. The wedding of the lamb, looking forward to that. കുഞ്ഞാടിൻ കല്യാണത്തിനായി കാത്തിരിക്കുന്ന സഭ. And then it concludes. അത് കഴിഞ്ഞാൽ പിന്നെ അവർ എവിടെയാ കഴിയുന്നത്? ഹെവൻലി ജെറൂസലേം, സ്വർഗീയ യെരൂശലേം. അതിന്റെ മഹത്വത്തെ കൊണ്ട് വർണ്ണിക്കുന്നത് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് ജുവൽസ്. സ്ത്രീകൾക്കാണെങ്കിൽ അവിടെ ചെന്നാൽ ഇറങ്ങി പോരാൻ തോന്നുകയില്ല. കാരണം സംഘവീതിയാ മുഴുവൻ സ്വർണ്ണം അടിച്ചിരിക്കുന്നതാണ്. തെരുവീതികളൊക്കെ ടാർഗറ്റ് ഒന്നും, നോട്ട് ഗോൾഡ് ടാർഗറ്റ്, ബട്ട് ഓൾ ഗോൾഡ്. അയ്യോ, അവിടെക്കാണ് അതിന് ഒരു പൊടി കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ ജുവൽസ്, പേഴ്സ്, എന്തൊക്കെയാ മനുഷ്യന് അറിയാൻ പാടില്ലാത്ത പേരുകൾ എല്ലാം ഉണ്ട്. ഗേറ്റുകൾ ഒക്കെ തന്നെ അതെല്ലാം പതിച്ചിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എന്തോ ഭയങ്കരമായിരിക്കും ആ രാജ്യത്തിന്റെ മഹത്വത്തെ കുറിച്ച്.